ആദ്യമുണ്ടായതെന്താ? ആദ്യം എന്നത് പ്രാ. സംസ്കൃതത്തിൽ ആദ്യം എന്നതിന് പ്രാ എന്നാ പറയാ. പ്രൈമറി, പ്രധാനം, പ്രഥമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രാ. ഉണ്ടായത് കൃതി. ആദ്യമുണ്ടായത് പ്രകൃതി. ആ പ്രകൃതി എന്തൊക്കെയാ ഉണ്ടായ? 5 1 പദാർത്ഥം ഭൂമി, 2 വെള്ളം, 3 അഗ്നി, 4 വായു, 5 ആകാശം. ആകാശം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു സ്ഥലമല്ല, മൊത്തം ആകാശ, സ്പേസ്. 5 ആദ്യമുണ്ടായി. പൃഥ്വത്തേജോ വായു ആകാശങ്ങൾ ആദ്യമുണ്ടായി. 5 പ്രപഞ്ചം. പഞ്ചം എന്ന് പറഞ്ഞ 5. അതായി പ്രപഞ്ചം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യമുണ്ടായ 5. ആ ഉണ്ടായതാണെന്ന് വന്നപ്പോ ഉണ്ടാക്കിയത് ആരാന്നുള്ള ചിന്ത ഉണ്ടായി. ഉണ്ടാക്കിയവൻ ആരാ? ആദ്യം ചിന്തിച്ചത് അങ്ങ് ഇസ്രായേലിന്റെ പരിസരത്തുള്ള ആളുകൾ. അവര് ചിന്തിച്ചപ്പോ അവരുടെ ഭാഷ അന്ന് ഹീബ്രുവാണ്. ഹീബ്രു ഭാഷയിൽ ഇതിനൊക്കെ കാരണക്കാരനായവൻ ആരാ? കാരണക്കാരൻ. ആരാ കാരണക്കാരൻ? കാരണക്കാരൻ. കാരണക്കാരൻ എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ പറയും യഹോവ. മനസ്സിലായോ? യഹോവ. ഭാരതത്തിലെ സംസ്കൃതത്തിൽ ഇത് മൊത്തം ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എല്ലാം ചേർന്നത്. അതുണ്ടാക്കിയവൻ ബ്രഹ്മാവ്. ഉണ്ടാക്കിയവൻ ബ്രഹ്മാവ്. ഉണ്ടാക്കിയവൻ എന്ന ദൈവസങ്കല്പം ഉണ്ടായി. കാലബോധം ഉണ്ടായ പോരല്ലോ, നിലനിൽക്കണ്ടേ, ജീവിക്കണ്ടേ. ജീവിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, വികസിപ്പിക്കുന്നവൻ, വിശ്വം മുഴുവൻ വികസിപ്പിക്കുന്നവൻ, അതാ വിഷ്ണു. പിടികിട്ടിയോ? വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം വിഷ്ണു. അതാണ് സ്ഥിതിപാലകൻ. പിന്നെ ഇതെല്ലാം ഇതുപോലെ ഉണ്ടായതെല്ലാം പ്ലാസ്റ്റിക് പോലെ ഇവിടെ കടന്ന എന്തെങ്കിലും രസം ഉണ്ടാവുമോ? നമ്മളെ നാട്ടിൽ പണ്ടുണ്ടായ മനുഷ്യരെല്ലാം അതേ കോലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവും? പുതിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞില്ലെങ്കിൽ, ജനിച്ചില്ലെങ്കിൽ, പുതിയ പൂക്കൾ വിരിഞ്ഞില്ലെങ്കിൽ, പുതിയ കായകൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഭൂമി പോലത്തെ നരകം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയത് പോകണം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ ഹൃദയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം.